അടുത്തതായിട്ട് ക്യാൻസർ ആണ് പറയാൻ പോകുന്നത്. ക്യാൻസർ എന്ന് പറഞ്ഞാൽ അബ്നോർമൽ ആൻഡ് അൺകൺട്രോൾഡ് ഡിവിഷൻ ഓഫ് സെൽസ് ആണ് ക്യാൻസർ. ഈ സെൽസ് ഫോം എ മാസ് ഓഫ് സെൽ കാൾഡ് ട്യൂമർ. സെല്ലിൻ്റെ എണ്ണം കൂടി വരുമ്പോൾ ആണ് അതിനെ ട്യൂമർ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് തരത്തിലുള്ള ട്യൂമറാണുള്ളത്, ബിനൈൻ ട്യൂമർ ആൻഡ് മാലിഗ്നൻറ്റ് ട്യൂമർ. ഈ ബിനൈൻ ട്യൂമർ എന്ന് പറയുമ്പോൾ അത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു സ്ഥലത്ത് മാത്രം ഇങ്ങനെ സെല്ല് ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ സ്റ്റാർട്ടിങ് സ്റ്റേജിനെ പറയുന്ന പേരാണ് ബിനൈൻ ട്യൂമർ എന്ന് പറയുന്നത്. അപ്പുറത്തുള്ള പാർട്സിലേക്കൊന്നും അത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാവില്ല, അതാണ് ബിനൈൻ ട്യൂമർ. അത് ഫസ്റ്റ് സ്റ്റേജ് എന്നൊക്കെ പറയാം, കുറച്ച് ഹാംഫുള്ളേ ഉള്ളൂ. അപ്പോൾ രണ്ടാമത്തതാണ് മാലിഗ്നൻറ്റ് ട്യൂമർ. മാലിഗ്നൻറ്റ് ട്യൂമർ എന്ന് പറയുമ്പോൾ ഈ സെൽസൊക്കെ നല്ല റാപ്പിഡായിട്ട് വളർന്നു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റേജാണ് മാലിഗ്നൻറ്റ് ട്യൂമർ. ഇവിടെ സറൗണ്ടിങ്സിലുള്ള ടിഷ്യൂസൊക്കെ ഈ മാലിഗ്നൻറ്റ് ട്യൂമർ ഡാമേജ് ചെയ്യിക്കും. ഇത് ഭയങ്കര ഹാംഫുള്ളാണ്, വെരി ഹാംഫുള്ളാണ്. പിന്നെ അടുത്തതാണ് മെറ്റാസ്റ്റസിസ്. മെറ്റാസ്റ്റസിസ് എന്ന് പറയുമ്പോൾ അത് മാലിഗ്നൻറ്റ് ട്യൂമറിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അതായത് ക്യാൻസർ സെല്ല് ഒരു ഭാഗത്ത് നിന്നും ബോഡിയുടെ മറ്റൊരു ഭാഗത്തേക്ക് ബ്ലഡിലൂടെയോ ലിംഫിലൂടെയോ ഒക്കെ സ്പ്രെഡ് ചെയ്ത് പോകുന്ന ആ അവസ്ഥയാണ് മെറ്റാസ്റ്റാസിസ്. അപ്പോൾ മാലിഗ്നൻറ്റ് ട്യൂമറിൻ്റെ പ്രോപ്പർട്ടിയാണ് മെറ്റാസ്റ്റാസിസ്. ഒരു ബോഡിയുടെ ഒരു ഭാഗത്ത്, ഒരു പാർട്സ് ഓഫ് ദ ബോഡിയിൽ നിന്നും മറ്റൊരു ഭാഗത്തേക്ക് ബ്ലഡ്സിലൂടെയോ ലിംഫിലൂടെയോ ഒക്കെ സ്പ്രെഡ് ചെയ്ത് പോകുന്ന അവസ്ഥയാണ് മെറ്റാസ്റ്റാസിസ്. അടുത്തത് ക്യാൻസറിന് കാരണമാകുന്ന വസ്തുക്കളെ നമ്മൾ കാർസിനോജൻസ് എന്ന് പറയും. ഫിസിക്കൽ കാർസിനോജൻസ് ഉണ്ട്, കെമിക്കൽ കാർസിനോജൻസ് ഉണ്ട്, ബയോളജിക്കൽ ഏജൻസ് ഉണ്ട്, ജീൻസ് ഉണ്ട്. അടുത്തത് ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുന്ന ടെസ്റ്റ് ഏതാണ്? ബയോപ്സി ടെസ്റ്റാണ്. ബയോപ്സി ടെസ്റ്റും ഉണ്ട്. പിന്നെ എക്സാമിന് ചോദിക്കാൻ സാധ്യത ബയോപ്സി ടെസ്റ്റാണ്. പിന്നെ ഹിസ്റ്റോപാത്തോളജിക്കൽ സ്റ്റഡീസ്, റേഡിയോഗ്രഫി, എക്സ്റേ, സി ടി സ്കാൻ, MRI, ബ്ലഡ് ടെസ്റ്റ് ഫോർ ട്യൂമർ സ്പെസിഫിക് ആൻറ്റിജൻസ്, അങ്ങനത്തെ കുറച്ച് ടെസ്റ്റുകളൊക്കെ ഉണ്ട്. ഇനി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണ്? സർജറി, ട്യൂമർ നീക്കം ചെയ്യുക. റേഡിയോ തെറാപ്പി, ഈ ക്യാൻസർ സെല്ലിനെയൊക്കെ റേഡിയേറ്റ് ചെയ്തിട്ട് അതിനെ നശിപ്പിക്കുക, ആ സെല്ലുകളെ നശിപ്പിക്കാം. കീമോതെറാപ്പി, ഡ്രഗ്സ് യൂസ് ചെയ്തിട്ട് ക്യാൻസർ സെല്ലിനെ നശിപ്പിക്കുക. ഇമ്മ്യൂണോ തെറാപ്പി, അതായത് യൂസ് ഓഫ് ബയോളജിക്കൽ റെസ്പോൺസ് മോഡിഫയേഴ്സ്.